അടുക്കൽ എത്തുമ്പോൾ സെക്ഷൽ ഫീലിംഗ് ഇല്ലാതാകുന്നു എന്നാണ് സഞ്ജയന്റെ സങ്കടം. ഇതൊരിക്കലല്ല, പലപ്പോഴായി സംഭവിക്കുന്നു. സഞ്ജയൻ വിവാഹിതനായി ഏതാനും മാസക്കാലങ്ങളിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇയാൾ എത്തിച്ചേർന്നത്. സെക്ഷലായ വികാരം ഇദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഭാര്യയുടെ അടുക്കൽ എത്തുമ്പോൾ ഇത്തരം ഒരു വികാരം നിർജീവമായി തീരുകയാണ്. ആയതിനാൽ ദാമ്പത്യ ബന്ധത്തിലെ അടുപ്പവും സ്നേഹവും കുറഞ്ഞു പോകുന്നു എന്ന് സഞ്ജയൻ ഓർമ്മിച്ചു. സെക്സ് ദൈവികമാണെന്നാണ് മതബോധനം. ശാരീരികമായ ഒരു വികാരമായി അതിനെ ബയോളജി കാണുമ്പോൾ അതിൻ്റെ വൈകാരിക തലങ്ങളിലേക്ക് മനഃശാസ്ത്രം കടന്നു ചെല്ലുന്നു. ദമ്പതികളെ പരസ്പരം ചേർത്ത് നിർത്തുന്നതിനും അടുപ്പിക്കുന്നതിനും പങ്കിടുന്നതിനും എല്ലാം സെക്സ് ഉപകരിക്കുന്നുണ്ട്. അതിനാൽ സെക്സ് പവിത്രമാണ് എന്ന സങ്കല്പത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം നാം അതിനോട് സമീപിക്കേണ്ടത്. സെക്ഷലായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അനവധി യുവതീ യുവാക്കളും കൗമാരക്കാരും വിവാഹിതരും അവിവാഹിതരും എല്ലാം ഇത് സംബന്ധമായ അനവധി മിഥ്യാധാരണകളിലും പ്രശ്നങ്ങളിലും ചെന്നപ്പെടാറുണ്ട്. ലോകചരിത്രം തന്നെ മാറ്റിമറിക്കുവാൻ സെക്സ് കാരണമായി മാറിയിട്ടുണ്ട്. പല ഭരണാധികാരികളുടെ വ്യക്തിത്വം തകരുന്നതിനും പൊയ്മുഖങ്ങൾ പൊഴിഞ്ഞു വീഴുന്നതിനും എല്ലാം ഇത് കാരണമായിട്ടുണ്ട്. ഇവിടെ നാം കാണേണ്ടത് ഇതിനെ പവിത്രമായ ഒരു വികാരമായി കാണണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ദമ്പതികളെ പരസ്പരം അടുപ്പിച്ചു നിർത്തുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും സെക്സ് ഉപകരിക്കണം. ഇത് മനുഷ്യനിലെ ഒരു അന്ധചോദനയായി കണ്ടുകൊണ്ട് അതിനെ ഏറ്റവും പക്വതയോടെ വിനിയോഗിക്കുകയാണ് വേണ്ടത്. സെക്സ് എങ്ങും എവിടെയും ഉപയോഗിക്കുവാനുള്ളതല്ല. വിവാഹ ജീവിതത്തിലാണ് അതിൻ്റെ സാധ്യതകൾ. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിലും കുഞ്ഞുങ്ങളുടെ ജനനത്തിനും ഇത് ഉപകരിക്കുന്നു. തലമുറകളുടെ രൂപീകരണത്തിനാണ് ഈ വികാരം മനുഷ്യനിൽ മറ്റു മൃഗങ്ങളിലും ജീവജാലങ്ങളിലുമെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇതിനെ മ്ലേച്ഛമായി നമ്മൾ കാണാതിരിക്കുക. ഒരു ശാരീരിക ആവശ്യമായി അതിനെ തരം താഴ്ത്തിയും കാണരുത്. പവിത്രമായൊരു ബന്ധമായി ഇതിനെ കാണുവാൻ സാധിക്കണം. വൈവാഹിക ബന്ധത്തിലേക്ക് കടന്നു വന്ന് ഇത്തരം അനവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്. പക്ഷേ തുറന്നു പറയുവാൻ നമുക്ക് പലപ്പോഴും വേദികളില്ല. പ്രശ്നപരിഹാരത്തിന് പലപ്പോഴും മാർഗങ്ങളില്ല. ഇത് സംബന്ധമായി ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രബോധനം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നൽകാമെന്ന് വെച്ചാൽ അതും കൂടുതൽ അപകടകരമായി തീരുന്നത് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും സെക്സിനെ സംബന്ധിച്ച ഏറ്റവും പവിത്രമായ ബോധവൽക്കരണം ദമ്പതികൾക്കിടയിലും വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നവരുടെ ഇടയിലും നൽകേണ്ടത് അത്യാവശ്യമാണ്.
കൗമാര വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സെക്സിൻ്റെ ഉപയോഗ സംബന്ധമായി തികഞ്ഞ അടിസ്ഥാനപരമായ വിജ്ഞാനം നൽകുവാൻ നാം ഇന്ന് ഏതാണ്ട് മനസ്സ് വച്ചിരിക്കുകയാണ്. ഞാനിവിടെ സഞ്ജയൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. സഞ്ജയനെ പോലെ മനസ്സിൽ അനവധി ടെൻഷൻ അനുഭവിക്കുന്ന അനവധി ആളുകളുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു കൗൺസിലറുടെ അടുക്കലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ തുറന്നു പറയുക. നിങ്ങളുടെ ടെൻഷനെ മാറ്റിയെടുക്കുക. സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായി, സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലായി സെക്സിനെ കണ്ടെത്തുക. അപ്പോൾ സഞ്ജയൻ്റേതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ സാധിക്കും. ഭാര്യയും ഒരുമിച്ച് അല്ലെങ്കിൽ പങ്കാളിയും ഒരുമിച്ച് ഏറ്റവും സ്വീകാര്യതയിൽ, ഏറ്റവും സ്നേഹത്തിൻ്റെ നിർവൃതിയിൽ സെക്സിനെ പങ്കുവയ്ക്കുവാൻ ദമ്പതികൾക്ക് കഴിയേണ്ടതാണ്.